பேடாசுமா ஒசராம ஓட்டிட்டு பேடாசுமா നിന്റെ ആസ് നീ ബേഡാക്കി തരാടാ. ഹാപ്പി ദീപാവലി ബ്രദർ. ഹാപ്പി ദീപാവലിടാ. അവന്റെ ആസ് ബാഡായി കാണും. എന്താ ബാത്റൂമിന്റെ അകത്തുനിന്നൊരു ശബ്ദം? അത് പടക്കം പൊട്ടിച്ചത്. ആര്? വേറെ ആര്? അച്ഛന്റെ മൂത്ത മാൻ. ഇന്നലെ രാത്രി കയറ്റിയ ചക്കക്കുരുവും ചക്കപ്പുഴുക്കും കൊണ്ടാണ് അവൻ രാവിലെ ആ ബാത്റൂമിന്റെ അകത്ത് കയറിയ. അതിന്റെ ശബ്ദമാണ് അച്ഛൻ ഇപ്പൊ കേട്ടത്. അങ്ങോട്ടൊന്നും പോവല്ലേ എന്റെ പൊന്നോ. അത് ഞാനും കുറെ കഴിച്ചാണല്ല. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ല. ഇനി ഇപ്പൊ അച്ഛന് കുഴപ്പം വന്നാലും പുറത്തു വിടണ്ട. ദീപാവലിക്കല്ലേ, നമുക്ക് രാത്രി പൊട്ടിക്കാം. പടക്കത്തിന്റെ പൈസ ലാഭിക്കല്ലേ. ഇനി ഞാൻ ഇവിടെ എന്നാ ശരിയാവൂല അച്ഛാ. ബൈ. എന്താ പ്രശ്നം? അച്ഛാ, ഞാൻ ബാത്റൂമിൽ ഇരുന്ന് പ്രഭാത കർമ്മം ചെയ്തോണ്ടിരുന്നപ്പോഴേ പടക്കം കത്തിച്ച് ഇറങ്ങിച്ചാവൻ. അപ്പൊ ചക്കക്കുരു അല്ലേ? ചക്കക്കുരുവാ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നെങ്കിൽ എന്റെ മുന്നണിയും പിന്നണിയുടെ കാര്യത്തിൽ തീരുമാനമായേന. ആഹാ, അവ കൊള്ളാല. നീ പൊട്ടിയിട അവനെ നെഞ്ചത്തിട്ട് 2 പടക്കം. ഓക്കെ അച്ഛാ. ഇപ്പോഴാണ് ദീപാവലിക്ക് ഒരു ഉഷാറ് വന്നത്. അമ്മട്ട് കറിഞ്ഞ് കളിക്കണ്ടാ. ഇതെവിടെ പോയി ഒളിച്ച്? വാടാ വാ. പാടാ പട്ടി, എന്നാ കാണിച്ചു തരാം നിന്നെ. ചേച്ചിക്ക് ഒരു ഹാപ്പി ദീപാവലി പറഞ്ഞിട്ട് പോവാ. Yuvraj Singh on strike. This is going to be a massive 6th of the year. Vada va. Sixer. Sandri mami. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. 1 2 3 4. അന്നാമ കാണുന്ന റബ്ബർ വിറ്റുകൊണ്ട് കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്. വൈകുന്നേരം ഫുൾ അൽഫാം വാങ്ങിച്ചടിക്കണം. എന്തോ എത്തി. ഇവിടെ ദീപാവലിക്ക് അല്ലേടാ പടക്കമൊക്കെ വാങ്ങിച്ച് പൊട്ടിക്കണ്ടേ നമുക്ക്? അയ്യോ, പടക്കമൊക്കെ വാങ്ങിയ എന്റെ ഒരു പൈസ ഇല്ല. അപ്പൊ ഈ പോക്കറ്റ് ഇരിക്കണതാ. അയ്യോ, എന്റെ പൈസ ഉണ്ടായിരുന്നില്ലേ? ഞാനും കണ്ടില്ല. 500 രൂപ ഉണ്ട്. ഇവിടെ ഈ 500 കുടുംബം തികയൂല. അയ്യോ, എന്റെ ആകെ 500 രൂപ ഉള്ളു. ഇവിടെ കഴുത്തിൽ സ്വർണ്ണ മാലയില്ലടാ കിടക്കണ. ഇത് വെച്ചോണ്ട് നമുക്ക് പടക്കം വാങ്ങടാ. മാലയാ? മാല വേണ്ട. അയ്യോ, എന്റെ പോകൽ വീണ്ടും ഒരു 500 രൂപ. എന്തെങ്കിലും പറഞ്ഞിടാ നീ? ഒന്നുമില്ലടാ, നമുക്ക് പടക്കം വാങ്ങിക്കാൻ പോവാന്ന്. ആ, പോവാം പോവാം പോവാം. വാ. ചേട്ടാ, നീ എന്തേണ്ടി? നീ എപ്പോഴെങ്കിലും ബാത്റൂമിൽ കേറൂല. അതുവരെ ഞാൻ ഇവിടെ നിക്കോടാ. കാണിച്ചു തരാടാ. അമ്മ, ഞാൻ ബാത്റൂമിൽ കേറാൻ പോവേണേ. കേറടാ, കേറ്. നിന്റെ അവസാനത്തെ കേറക്കോ ഇരിക്കൂ ഇത്. എന്താ? ഒന്നുമില്ല അച്ഛാ. ഉണ്ട് അച്ഛാ, ഉണ്ട്. അച്ഛൻ രാവിലെ ബാത്റൂമിൽ പോയായിരുന്ന? ഇല്ല. എങ്കി ഇപ്പൊ പോയി. എന്തിനി? ഇന്നലെ കഴിച്ച ചക്കപ്പുഴുക്കൊക്കെ വയറ്റി കിടക്കല്ലേ, അതൊക്കെ കളയണ്ടേ? ഞാൻ ആ കാര്യം മറന്നിരിക്കായിരുന്നടാ. നീ ഓർപ്പിച്ചത് നന്നായി. ഞാൻ പോയിട്ട് വരാമേ. കേറി കേറി. അലയം കാറ്റിൻ ഹൃദയം അലയാകും. ഹാപ്പി ദീപാവലിയടാ. മിഷൻ സക്സസ്ഫുൾ. എന്തിനടാ? എന്റെ അനിയന് പണി കൊടുത്തത്. നീയല്ലേ അകത്ത്? അപ്പൊ ആര്?
ദീപാവലിക്ക് മൂട്ടിലിട്ട് തന്നെ പടക്കം പൊട്ടിക്കണല്ലേ നിനക്കൊക്കെ ആസനം കഴിയാത്തത് ഭാഗ്യം. സോറി അച്ഛാ, ആള് മാറിപ്പോയി. കാണിച്ചാ പട്ടി നില്ലടാ. ഇവിടെ പോയടാ അവൻ. അച്ഛാ, എന്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം അവൻ ആ വഴി കറങ്ങി വരാനാണ് സാധ്യത. നമുക്ക് ഇവിടെ നിൽക്കാം അച്ഛാ. ഓക്കെ, കൈ കിട്ടി അറിഞ്ഞു വിട്ടോളണം. ഇവിടെ ഇപ്പൊ എന്തൊരു സംഭവിച്ച ഇന്നിപ്പോ ആരടിച്ചിട്ടിട്ട് പോയത്? ഇനിയിപ്പൊ ഈ വഴി പോണ്ട, ഈ വഴി പോവാ. എന്തായാലും ചേച്ചിയെ കണ്ട് ഹാപ്പി ദീപാവലി പറഞ്ഞിട്ടേ പോണോളൂ. നീ അവൻ വരണുണ്ടാ നോക്കിയാണ്. അച്ഛാ, അവൻ തോ വരണ. നീ മാറില്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റ്. വാടാ, അങ്ങോട്ട് പോണ്ട. അടിയിട്ട സാധ്യത കാണും. ഇങ്ങോട്ട് പോവാ. വാടാ കാലം മാടാ. കൊണ്ട് സോറി സന്ദ്രി, ആള് മാറിപ്പോയി. ഓടാ. നമസ്കാരം, അന്തിച്ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഒന്നടങ്കം ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന 4 ബ്രഹ്മാണ്ഡ മലയാള സിനിമകളാണ് ദീപാവലി പ്രമാണിച്ച് റിലീസായിരിക്കുന്നതെന്ന്. ഈ 4 സിനിമകൾ മലയാള സിനിമാ വ്യവസായത്തെ പിടിച്ചു കുലുക്കിയോ നിർത്തിയോ എന്ന് അറിയാൻ വേണ്ടി ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത നിരൂപകൻ, സിനിമാ നിരൂപനായ ബിജു ഡി കാപ്രിയോണും പ്രശസ്ത സാമൂഹിക പ്രവർത്തനമായ തോട്ടംപള്ളി ദിനേശനുമാണ്. ശ്രീ തോട്ടംപള്ളി ദിനേശൻ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഈ ഇന്നത്തെ 4 സിനിമ റിലീസുകളെ പറ്റി? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ചില ചെറ്റകളുടെ റിവ്യൂ ബോംബിംഗ് കൊണ്ടൊന്നും മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ റിലീസുകൾ. നോക്കണ്ട നിങ്ങൾ തന്നെ. അപ്പോ താങ്കൾ പറയുന്നത് മലയാള സിനിമ പഴയ സുവർണ കാലത്തിലേക്ക് തിരിച്ചു വന്നെന്നാണോ? തീർച്ചയായും. ദീപാവലി റിലീസുകളെല്ലാം പൈസ വസൂലാണ്. മലയാള സിനിമയുടെ എക്കാലത്തെയും തിരിച്ചു വരവാണിത്. കോപ്പാണ്. സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്ന ചില കോപ്പന്മാർ ഈ പരിപാടി നിർത്തി വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കേണ്ട കാലം വിദൂരമല്ല. ശ്രീ തോട്ടംപള്ളി ദിനേശൻ ആരെയാണ് ഉന്നം വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇതിനെപ്പറ്റി നമുക്ക് പ്രശസ്ത നിരൂപകനായ, സിനിമാ നിരൂപകനായ ബിജു ഡി കാപ്രിയോട് ചോദിച്ചറിയാം. ബിജു ഡി കാപ്രിയോ, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലതരം പടക്കങ്ങൾ കേട്ടിട്ടുണ്ട്. ഓലപ്പടക്കം, മാലപ്പടക്കം, ഏറുപടക്കം, അല്ലേ ദിനേശൻ? അതേ കാപ്രിയോൻ, വളരെയധികം ശരിയാണ്. മുളകൊടക്കം, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണ്. അപ്പോ ആ പടക്കങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിനായി ഇനി മുതൽ ഇന്നിറങ്ങിയ 4 സിനിമകളും കാണും. പടക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല. കാരണം പടക്കങ്ങൾ തന്നെ ഇത് നാണക്കേടാണ് ഈ സിനിമകൾ. അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അജഗജാന്തരം ഗുണ്ടുകൾ എന്ന് തന്നെ നമുക്ക് സിനിമകളെ വിശേഷിപ്പിക്കാം. അമ്മാതിരി കച്ചറ സിനിമ. അയ്യോ. പിന്നെ ദിനേശൻ, മലയാള സിനിമയുടെ സുവർണകാലമാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു ചുക്കുമില്ല. ഇങ്ങനെ പോയ മലയാള സിനിമയുടെ അന്ത്യം കാണേണ്ടി വരും. മിസ്റ്റർ റിപ്പോർട്ടർ, ആരാണവൻ? ഏതാണവൻ? മലയാള സിനിമയെ പറ്റി ABCD അറിഞ്ഞൂടാത്തവന് എന്തർഹതയാണുള്ളത് ഇങ്ങനെ പറയാൻ? ഓ, എങ്കിൽ നീ പറയണ മലയാള സിനിമയുടെ ABCD. ഞാൻ കേട്ടോണ്ടിരിക്കാം. പറയണ. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർമാർ അതിന്റെ മുതൽ മുടക്കിന്റെ ഇരട്ടിയാണ് ലാഭമായി വാരിക്കൂട്ടുന്നത്. വാരിക്കൂട്ടാൻ വെളുപ്പിച്ചാലേ ചവറല്ലേ പൈസ. മിസ്റ്റർ ഊരാളുടെ പേര് പറയൂ, ഒരു പ്രൊഡ്യൂസറുടെ പേര് പറയൂ. പൈസ വാരി കൂട്ടിയാ ഞാൻ എന്റെ മുടി അല്ലെങ്കിൽ വേണ്ട പറയൂ. പറയാം. ഇന്നലെ റിലീസായ മീൻചട്ടി പ്രണയം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ എന്റെ ഉറ്റ സുഹൃത്തായ ചിറാപ്പുഞ്ചി സോമൻ. അദ്ദേഹമാണ് ചവർ വാരി കൂട്ടിയത്. അല്ല, പണം വാരി കൂട്ടിയ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ. ഫസ്റ്റ് ഈ പറയുന്ന ചിറാപ്പുഞ്ചി സോമൻ ഇന്നലെ മറൈൻ ഡ്രൈവിൽ ഇരുന്ന് മീൻചട്ടി പ്രണയം എന്ന സിനിമയുടെ ചട്ടി എടുത്ത് പിച്ചെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ കാണിച്ചുതരാം. അപ്പൊ അത് പിച്ചച്ചട്ടി എടുത്തല്ല മിസ്റ്റർ. മീൻചട്ടി പ്രണയം എന്ന സിനിമയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി? ഇങ്ങനെ പോയ മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വരും? ഞാൻ വരോടെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ചിറാപ്പുഞ്ചി സോമന് മറൈൻ ഡ്രൈവിൽ ഇരുന്ന് പിച്ചെടുക്കാൻ ഒരു കൂട്ടാം. ഓക്കെയോളൂ. ശ്രീ ബിജു ഡി കാപ്രിയോൺ ആൻഡ് ദിനേശൻ, ഇതൊരു ചാനൽ ചർച്ചയാണ്. അപ്പോൾ നിങ്ങൾ സമീപനം പാലിച്ച് സംസാരിക്കണം. ഓക്കെ? ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന പരനാറുകളെ ഇങ്ങനത്തെ ചർച്ചകൾ കൊണ്ടുവരുന്ന നിങ്ങളാണ് സമീപനം പാലിക്കേണ്ടത്. പരനാറിന്റെ കുഞ്ഞമ്മ. പോടാ, വല്ല പണിയെടുത്ത് ജീവിടാ. ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കാതാ.
ഈ പറഞ്ഞ നിനക്ക് എന്തൊരു ജോലി ഉണ്ടാ? അങ്ങനെയൊക്കെ ചോദിച്ച നിന്നെ പോലെ പാലിക്കേണ്ടത്. പരന്നാറ് നിന്റെ കുഞ്ഞമ്മ. പോടാ, വല്ല പണിയെടുത്ത് ജീവിടാ, ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കാതാ. ഈ പറഞ്ഞ നിനക്ക് എന്തൊരു ജോലി ഉണ്ടാ? അങ്ങനെയൊക്കെ ചോദിച്ച നിന്നെ പോലുള്ളവരെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതാണ് എന്റെ ജോലി. വളരെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്തിച്ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അയ്യോ നിർത്തരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദിനേശ പറഞ്ഞോളൂ. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയായ ആട്ടും തോലിട്ട വേട്ടാവളിയിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച് എനിക്ക് കുറെ പൈസ വാരി തരണം. ആ, അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ദീപാവലിക്കുള്ള ഗുണ്ട് ഇപ്പഴേ പൊട്ടിക്കണം അല്ലേ? നടക്കട്ടെ. നീ ഇറങ്ങി പോടാ പട്ടി. എല്ലാവർക്കും ശുഭനിദ്ര, സുഖനിദ്ര. ക്യാമറ കട്ടിയാണേ. ഇവനെയൊക്കെ ചർച്ചയെ കുറിച്ച് എന്നെ വേണം ആദ്യം പറയാൻ. ഇറക്കി വിടറേ അവനെയൊക്കെ. അച്ഛാ, സമയം 3 മണിയായി. അവ ഇപ്പൊ മിച്ചർ എടുക്കാൻ വേണ്ടി സ്റ്റോർ റൂമിന്റെ അകത്തേക്ക് കയറും. തന്നെ എങ്കിൽ ഞാൻ പോയി ഈ പടക്കം മിച്ചർ പെട്ടിയിൽ കത്തിച്ചിട്ട് വരാം. അവൻ വന്ന് മിച്ചർ പെട്ടി തുറക്കുമ്പോ അച്ഛാ, പടക്കം അവൻ പറഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് പൊട്ടിയല്ല. ഇല്ലടാ, ഞാൻ തിരി കൂളിട്ടേക്ക. അച്ഛൻ പറഞ്ഞ അച്ഛൻ പിന്നെ ചേട്ടനോട് അച്ഛാ സ്റ്റോർ റൂമിൽ കയറാൻ പോണം. ചെന്ന് കേറട്ടാവൻ. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പം മിച്ചർ കഴിക്കണ്ട, പിന്നീട് കഴിക്കാം. ഇതായി പഞ്ചസാര സമൂസ ഉണ്ടോ വെച്ചേക്കണം. എന്താ സ്റ്റോർ റൂമിൽ ഒരു ശബ്ദം? എന്റെ മൂത്ത പോലെ പണി കൊടുത്ത ഞാൻ. അപ്പൊ നീയല്ലേ അകത്ത്? ഞാൻ അവിടെ നിൽക്കല്ലേ, ഞാൻ അകത്ത് പോണ. ഇതായി പണിപ്പാലം വെള്ളത്തിൽ കിട്ടി. കണ്ടിട്ട് അമ്മയാണെന്ന് തോന്നുന്നല്ലേ അച്ഛാ? എനിക്കും തോന്നി. അമ്മ അല്ലേ അത്? എന്തിനു പോന്ന അമ്മ? ആഹാരം തരുന്ന എന്റെ അണ്ണാക്കി വെച്ചിട്ട് നീ പടക്കം പൊട്ടിച്ചവനല്ലടാ. അമ്മ ഞാനല്ല ചെയ്തത്, അച്ഛനാണ്. ഞാനാണ് ചെയ്ത. എടി പിന്നെ ഹാപ്പി ദിവാലി. നിങ്ങളൊന്ന് നോക്കിക്കോ. ഞാൻ നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ? ഒന്നും പറ്റിയില്ല. എലി, എനിക്കൊരു അബദ്ധം പറ്റിയണ്ടി. നിന്നെ ഉദ്ദേശിച്ച് വെച്ചതല്ല ഞാൻ. നിങ്ങൾ എന്റെ മൂന്ന് പടക്കം പൊട്ടിച്ച് കരിക്കുമല്ലേ? നിങ്ങളത് നോക്കിക്കോ കേട്ടാ. എലി വേണ്ട, ഗുണ്ട്. അയ്യോ, നാട്ടുകാരെ ഓടി വന്ന് എന്നെ ഗുണ്ടിട്ട് എറിഞ്ഞു കൊല്ലാൻ നോക്കണം എന്റെ ഭാര്യ. അയ്യോ അയ്യോ, വിളിച്ചു പോ. അയ്യോ. റീല് സിക്സർ. നിങ്ങൾ നോക്കിക്കോ. ഇവിടെ ഇപ്പൊ എന്തിനു സംഭവിച്ച? അതെന്തത്? കണ്ടിട്ട് ബോണ്ട കണക്കിരിക്കണം. മണമൊന്നുമില്ലല്ലേ? കടിച്ചു വെക്കാൻ. പടക്കൊല്ല എടുത്തല്ലേ? പോവാം. ദോവരണം നമ്മൾ ആജന്മ ശത്രുക്കൾ കുസുമോ ശാന്തയല്ലേ? ഓ തന്നെടാ. ദീപാവലിയായിട്ട് നമുക്ക് അവർക്കൊരു പണി കൊടുക്കണ്ടേ? നീ വണ്ടി വിട്ടോ, പണി ഞാൻ കൊടുത്തോളാം. എടി, ഇന്നലെ എന്റെ ഭർത്താവേ തറച്ചക്രം കൈവച്ച് കറക്കിയടി. അമ്മട്ട് കൈവച്ച് പൊട്ടിച്ച് എന്റെ ഭർത്താവിന്റെ എത്ര വരും നിന്റെ ഭർത്താവ്? അതെന്തേടി ദീപാവലിയില്ലേ കമ്പം വിട്ട്? പൊട്ടികളെ വർഗു
ഇതാ ഭാർഗവട്ടിയല്ലേ ആരെങ്കിലും ഞാൻ അമ്മയിലും ഉണ്ടാ കത്തിരി കത്തിരി കല്ലിട്ട് എറിഞ്ഞു വിട്ടാൻ നോക്കണാടി. നമ്മൾ താണ് കളി. എന്താ ഭാർഗൂരി കരിഞ്ഞ നാറ്റം? അവരെ കല്ലാൻ തൊണ്ടെന്ന് പറഞ്ഞത് അതാ നോക്കിയാണ്. എടാ ഭാർഗൂത് അമിട്ടാണ്ട് എടുത്ത് എറിയടാ. അമിട്ടാ